നമസ്കാരം. ഇന്നത്തെ നിഷാസ് വേൾഡ് ചാനലിന്റെ മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിന്റെ മാത്സ് ആണ്. അപ്പോൾ കഴിഞ്ഞ ഓൺലൈൻ ക്ലാസ്സിലൊക്കെ കുറച്ച് കാര്യങ്ങളെല്ലാം വർക്കൗട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം കുട്ടികളും ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. പ്രധാനമായിട്ടും എങ്ങനെയൊക്കെയാണ് ആംഗിൾസ് എന്ന ചാപ്റ്ററിൽ നമുക്ക് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളതൊന്ന് വിശദമായിട്ട് പഠിക്കും. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഞാൻ സർക്കിൾ ഡിവിഷൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതവിടെ നിൽക്കട്ടെ. അതിൻ്റെ മുന്നേ കുറച്ച് കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം. അതിൽ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഉണ്ടായിരിക്കും ഇങ്ങനെ കുറച്ച് ഫിഗേഴ്സ് തന്നിട്ട് ടെക്സ്റ്റ് ബുക്കിൽ. അപ്പോൾ അത് നമുക്ക് കിട്ടാത്ത ആംഗിളിൻ്റെ മെഷർമെൻ്റ് ഒന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ നോക്കാം. ആ ക്വസ്റ്റ്യൻ വായിക്കുകയാണെങ്കിൽ ഡ്രോ ദ ഫിഗേഴ്സ് ഷോൺ ബിലോ വിത്ത് ദ സ്പെസിഫൈഡ് മെഷേഴ്സ് ഇൻ യുവർ നോട്ട്ബുക്ക്. അപ്പോൾ ഈ ഫിഗേഴ്സ് എല്ലാം നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് വരയ്ക്കുക. എന്നിട്ട് നമുക്ക് ഇതിൽ ഫില്ല് ചെയ്യേണ്ടതായിട്ടുള്ള ഏത് ആംഗിളാണ് നമുക്ക് കിട്ടാനുള്ളത് ആ ആംഗിളൊക്കെ ഒന്ന് കണ്ടുപിടിക്കുക. വളരെ ഈസിയാണ് അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ഫിഗറാണ്. ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ട്രയാങ്കിളിൽ എന്താണ് രണ്ട് ആംഗിളിൻ്റെയും മെഷർമെന്റും തന്നിട്ടുണ്ട്. പക്ഷേ മൂന്നാമത്തെ ആംഗിളിന്റെ തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അത് കണ്ടുപിടിക്കാലോ. ഈസി അല്ലേ? 3 കോണുകളുടെയും തുക എത്രയാണ്? 180 ഡിഗ്രി ആവണം. അപ്പൊ തന്നിട്ടുള്ള കോണുകൾ ഏതൊക്കെയാ? 50ഉം 50ഉം എത്രയാ? 100. ബാക്കിയുള്ളത് 180-ല് 80 ഡിഗ്രി ബാക്കിയുണ്ട് അല്ലേ? അത് കണ്ടുപിടിക്കുക. ഇവിടെയാണെങ്കിൽ ഇത് 90 ഡിഗ്രി, ഇവിടെ 30 ഡിഗ്രി. ഇതൊരു റൈറ്റ് ആംഗിൾ ആണ്. അപ്പൊ റൈറ്റ് ആംഗിൾ ആവുമ്പോൾ എങ്ങനെയാണ്? 90 + 30 120. ബാക്കി 60 ഡിഗ്രി ഇവിടെ വരും. നെക്സ്റ്റ് ഇവിടെ തന്നിട്ടുള്ളത് എന്താ? ഒരു പാരലോഗ്രാം ആണ് അല്ലേ? പാരലോഗ്രാമിന്റെ പ്രത്യേകത എന്താ? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ, ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പോൾ സെയിം ലെങ്ത് ആയിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ 60 ഡിഗ്രി. ഒരു പാരലോഗ്രാമിന്റെ ഈ ഒരു ബേസ് ലൈൻ ഏതൊരു സൈഡിന്റെയും രണ്ട് കോണുകളും കൂട്ടിയിട്ടുണ്ടെങ്കിൽ 180 ഡിഗ്രി ആയിരിക്കും. ഇവിടെ 60 ആണെങ്കിൽ 180ലേക്ക് എത്താൻ എത്ര വേണം? 120 ഡിഗ്രി അല്ലേ? എതിർകോണുകൾ തുല്യവുമായിരിക്കും. ഇവിടെ 60 ആണെങ്കിൽ ഈ ആംഗിള് 60 ഡിഗ്രി. ഇവിടെ 120, ഓട്ടോമാറ്റിക്കലി ഇവിടെയും 120 ഡിഗ്രി. അപ്പൊ അത് ക്ലിയർ ആയി. ഇനി ഇവിടെ വേറൊരു ഫിഗർ തന്നിട്ടുണ്ട്. എങ്ങനെയാണ്? 2 ട്രയാങ്കിളുകൾ ചേർത്ത് വെച്ചതുപോലെ. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒന്ന് മറച്ചു വെക്കാം നമുക്ക്. ഇവിടെ 20, 20, 40 അല്ലേ? ബാക്കിയുള്ളത് എത്രയായിരിക്കും? 180-ൽ നിന്നും 40 കുറച്ചത് 140. ഇവിടെ 140 വന്നാൽ ഓപ്പോസിറ്റ് ആംഗിൾ ഓട്ടോമാറ്റിക്കലി 140 ആയിരിക്കും. അപ്പൊ ഈ ഒരു ഭാഗം മനസ്സിലായില്ലേ? ഇതെല്ലാവരും നോട്ടിലേക്ക് എഴുതുകയും ചെയ്യുക, വരച്ചിട്ട് അതെല്ലാ കോണുകളുടെയും അളവുകളും എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ കൊടുത്തിട്ടുള്ള ഫിഗേഴ്സ് എല്ലാം നോട്ട്ബുക്കിലേക്ക് അളന്ന് എഴുതുക. അതുപോലെ ആ ഫിഗർ എല്ലാം വരയ്ക്കുക, അതിന്റെ മെഷർമെന്റും കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ ഡ്രോ ഫിഗേഴ്സ് ഓഫ് 6, 8, 9, 10, 12 sides inside a circle. Draw figures of 6, 8, 9, 10, 12 sides inside a circle. ഒരു വൃത്തം വരച്ച് ഒരു സർക്കിൾ വരയ്ക്കുക. ആ സർക്കിൾ വരച്ച് അതിനെ ഡിഫറെന്റ് പാർട്ടുകളാക്കി മാറ്റുന്ന രീതി നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതിനെ പറ്റിയൊക്കെ പറഞ്ഞു. അതെങ്ങനെയാണ് നമ്മൾ ചെയ്തത്? സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചായിരുന്നു അല്ലേ? 8 ഭാഗങ്ങളാക്കി, 6 ഭാഗങ്ങൾ അല്ലെ, 12 ഭാഗങ്ങളാക്കി, 24 ഭാഗങ്ങൾ വരെ നമ്മൾ ഒരു സർക്കിളിനെ ആക്കി. അങ്ങനെ സർക്കിൾ ഡിവിഷനിൽ അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നീടാണ് നമ്മൾ ആ ഒരു ഉപകരണത്തെ പറ്റി പഠിച്ചത്. ഏതായിരുന്നു ആ ഡിവൈസ്? പ്രൊട്രാക്ടർ അല്ലെ? ആ പ്രൊട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു സർക്കിളിനെ ഡിഫറെന്റ് പാർട്ടുകളാക്കി മാറ്റുന്നത് എങ്ങനെയെന്നും അങ്ങനെ മാറ്റിയ കോണുകളുടെ അളവുകൾ എത്രയാണെന്നൊക്കെ നമ്മൾ കുറച്ച് പഠിച്ചു കഴിഞ്ഞു. അതുപോലെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഡ്രോ ഫിഗേഴ്സ് ഓഫ് 6, 8, 9, 10, 12 സൈഡ്സ് ഇൻസൈഡ് എ സർക്കിൾ. ഒരു സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് ഇത്രയും സൈഡുകളുള്ള ഫിഗർ ഉണ്ടാക്കാനാണ് പറയുന്നത്.
അപ്പൊ ആദ്യം തന്നെ 6 സൈഡ്സ് അല്ലേ. അപ്പൊ സർക്കിൾ ആദ്യം കൊടുക്കാം. സർക്കിൾ വരച്ചു. ഈ സർക്കിളില് 6 വശങ്ങളുള്ള ഒരു ഫിഗർ വരയ്ക്കണം അല്ലേ. അപ്പൊ എന്താ ചെയ്യാ, 6 വശങ്ങളുള്ള ഫിഗർ വരയ്ക്കണമെങ്കിൽ നമുക്കറിയാം സർക്കിളിന്റെ അളവ് എത്രയാണ്. സർക്കിളിന് ഒരു സെൻട്രൽ പോയിന്റ് ഉണ്ടായിരിക്കും അല്ലേ. ഇനി 360 ഡിഗ്രിയിൽ അല്ലെ ഏതെങ്കിലും ഒരു റേഡിയസ് എടുത്തിട്ടുണ്ടായിരിക്കും. അത്രയും ഭാഗം ഒരു ബേസ് ലൈൻ ആയിട്ട് എടുക്കുക. എത്ര സൈഡാണ് പറഞ്ഞിട്ടുള്ളത്, 6. അപ്പോൾ നമ്മുടെ സർക്കിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി. അതിനെ 6 പാർട്ടാക്കണം അല്ലേ. അപ്പൊ എത്ര കിട്ടി, 60 ഡിഗ്രി കിട്ടി. അങ്ങനെ വെട്ടി ചെറുതാക്കാനൊക്കെ അറിയാലോ അല്ലെ. അതിനെ പറ്റിയൊക്കെ ഒന്ന് കൂടുതൽ പഠിക്കുക. അപ്പൊ എന്ത് കിട്ടി, 60 ഡിഗ്രി. അപ്പൊ ഒരു ആംഗിള് എത്ര കിട്ടണം, 60 ഡിഗ്രി ആയിരിക്കണം. 60 ഡിഗ്രി. അങ്ങനെ ഓരോ ഭാഗവും 60 ഡിഗ്രി എടുത്തുകൊണ്ട് എത്രയാണ്, 1 2 3 അങ്ങനെ എത്ര വശമുള്ളതാണ്, 6 വശമുള്ളത്. 6 വശമുള്ള രൂപം വരയ്ക്കണം. അങ്ങനത്തെ ഒരു ഫിഗർ വരയ്ക്കുക. അതിങ്ങനെ കിട്ടും. ഇപ്പൊ കറക്റ്റ് ആയിട്ടൊക്കെ നമ്മൾ പ്രൊട്രാക്ടർ വെച്ച് 60 ഡിഗ്രി ഒക്കെ അളന്ന് ഇങ്ങനെ വരയ്ക്കുമ്പോൾ എവിടെ വെച്ചിട്ടാ പ്രൊട്രാക്ടർ ഒക്കെ വെക്കുക, ഈ സെന്ററിൽ നിന്ന് ഇങ്ങനെ ഒരു ബേസ് ലൈൻ കൊടുക്കുക. നമ്മൾ റേഡിയസ് അളന്ന് വരയ്ക്കുക. വരച്ചതിന് ശേഷം അതിൽ വെച്ച് എങ്ങനെ അളക്കുക എന്നുള്ളതെല്ലാം നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പൊ അതുപോലെ അളന്ന് എഴുതുക. അപ്പൊ 6 വശമുള്ള ഫിഗർ കിട്ടി. ഇനി അടുത്തത് ഏതാ, അടുത്തത് 8 വശമുള്ളത് അല്ലേ, 8 സൈഡ്സ്. അങ്ങനെ 6 സൈഡ്സ് നമ്മൾ വരച്ചു. അടുത്തത് 8 സൈഡ്സ് അല്ലേ, 8 വശങ്ങളുള്ളത് നോക്കാം. 8 വശങ്ങളുള്ളതിന് ഇതേപോലെ സർക്കിൾ വരയ്ക്കുക. സെന്ററിൽ നിന്ന് ഇങ്ങനെ ഒരു ബേസ് ലൈൻ റേഡിയസിനെ ഒന്നുകൊണ്ട് റേഡിയസ് ആയിട്ട് വരയ്ക്കുക. അവിടെ പ്രൊട്രാക്ടർ വെച്ച് എത്ര ഡിഗ്രി ആയിരിക്കണം നമ്മൾ അളക്കേണ്ടത്, 360 8 45 ഡിഗ്രി കിട്ടും. എത്ര കിട്ടുക, 45 ഡിഗ്രി. ഇവിടെ അളവ് ഇത് നോക്കണ്ട, നിങ്ങൾ വരയ്ക്കുമ്പോൾ ഞാനിവിടെ അളവുകളൊന്നും ഇല്ലാണ്ടാണ് ഒരു ബോർഡിൽ ഏകദേശം ഒരു രൂപം വരയ്ക്കുകയാണ്. നിങ്ങൾ വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് മെഷർ ചെയ്ത് വരയ്ക്കാൻ ശ്രമിക്കുക. അങ്ങനെ 45 ഡിഗ്രി കിട്ടി. അടുത്തതായിട്ട് 9 പാർട്സ് ആക്കാൻ പറഞ്ഞിട്ട് അല്ലേ. എത്ര പാർട്ട് ആക്കണം, 9 സൈഡുള്ള ഫിഗർ. ഇതിനൊക്കെ ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കുക കേട്ടോ. പെട്ടെന്നുള്ളതിനെ ഇതുപോലെ വരച്ചതിന് ശേഷം അപ്പൊ എത്ര വശങ്ങൾ കിട്ടി, 1 2 3 4 5 6 7 8 വശമുള്ള ഫിഗർ കിട്ടി. അതേപോലെ 9 വശമുള്ളത് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. 9 വശമുള്ള ഫിഗർ വരയ്ക്കുമ്പോൾ എങ്ങനെയാ, ആദ്യം എത്ര ഡിഗ്രിയാണ് നമ്മൾ അളക്കേണ്ടതെന്നുള്ളത് കണ്ടുപിടിക്കണ്ടേ. അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ 360 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടി, 40 ഡിഗ്രി ആയിരിക്കണം ഒരു ആംഗിൾ. 40 ഡിഗ്രി. 4 9 36 ഈ 0 ചേർത്ത് അപ്പൊ എന്തായി, 40 ഡിഗ്രി അല്ലേ. അപ്പൊ സർക്കിൾ വരയ്ക്കുക. സർക്കിൾ വരച്ചു. ഇവിടെ പ്രൊട്രാക്ടർ വെച്ച് 40 ഡിഗ്രി അളന്നെഴുതുക. അങ്ങനെ വരച്ച് വരുമ്പോൾ എന്തായി, നമുക്ക് അങ്ങനെയുള്ള ഓരോ ട്രയാങ്കിൾ പോലെ കിട്ടുമ്പോഴും അതിനെ സൈഡുകളാക്കി മാറ്റുക. ഇങ്ങനെയല്ല വരിക. നിങ്ങൾ അളന്ന് എഴുതുക കേട്ടോ, ഞാനിവിടെ അളക്കുന്നില്ല. ഇതേപോലെ സർക്കിൾ കൊടുത്ത് എല്ലാ ഭാഗത്തും 40 ഡിഗ്രി വീതം വരും. ഇങ്ങനെ ചെരിച്ച് വെച്ചുകൊണ്ട് അളന്ന് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് പോവുക. എന്നിട്ട് അതിനെല്ലാം സെന്ററിലേക്ക് കൂട്ടി യോജിപ്പിച്ച് സൈഡും 9 ഭാഗങ്ങളും അതുപോലെ തന്നെ 9 കോണുകളും കിട്ടും. അതുപോലെ ചെയ്യാം. അപ്പൊ 9ന്റെ കാര്യം അങ്ങനെ വരച്ചെഴുതുക. അതുപോലെ അടുത്തത് ഒരു സർക്കിളിനെ
10 വശമുള്ള ഒരു ഫിഗർ അല്ലേ, ഒരു സർക്കിളിന്റെ ഉള്ളില് 10 വശമുള്ള ഒരു ഫിഗർ വരയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ 360നെ 10 കൊണ്ട് ഹരിക്കുക. അപ്പൊ എന്ത് കിട്ടി? 36 ഡിഗ്രിയിൽ വേണം നമ്മൾ കോണളക്കാൻ. ആദ്യം സർക്കിൾ വരയ്ക്കുക, ഇങ്ങനെ അളന്ന് ഇവിടെ പ്രൊട്രാക്ടർ വെച്ച് 36 ഡിഗ്രിയിൽ ഇങ്ങനെ അളന്നിട്ട് പോവുക. എന്നിട്ട് 10 ഭാഗങ്ങൾ അങ്ങനെ കിട്ടും. 10 ഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ ഇങ്ങനെ യോജിപ്പിക്കുക. അപ്പൊ ഒരു ഫിഗർ കിട്ടും. അതാണ് നമുക്കിവിടെ കണ്ടുപിടിക്കാൻ എത്രയേ ഉള്ളൂ. 10 വശങ്ങളുള്ളത് വരയ്ക്കുമ്പോൾ ഒരു കോണ് എത്ര ഡിഗ്രി ആവണം എന്നുള്ളത് കണ്ടുപിടിക്കുക. എന്നതിന് ശേഷം അത് അളക്കാനൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലല്ല. അപ്പൊ അതുപോലെ ചെയ്യാം. ഇനി അടുത്തത് 12 സൈഡുള്ള ഫിഗർ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. 12 ഭാഗങ്ങളാക്കാൻ നമ്മൾ പഠിച്ചതാണ്. ആ ഭാഗങ്ങളാക്കിയതിനെല്ലാം സൈഡ് കൊടുത്താൽ മതി. അപ്പൊ അതെന്തായി? 12 വശമുള്ള ഫിഗറായിട്ട് മാറും. ഒന്നുകൂടെ പറയാം. ഇത് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഈ ഒരു ഭാഗത്ത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. എത്രയാണ് കിട്ടുക? 30 ഡിഗ്രിയിലാണ് ഒരു കോൺ എടുക്കേണ്ടത് എന്നുള്ളത് മനസ്സിലായി. അപ്പൊ സർക്കിൾ വരയ്ക്കുക, സെന്റർ പോയിന്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഇവിടെ വെച്ച് 30 ഓരോ 30 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മളെ ക്ലോക്കിന്റെ ഒക്കെ ഷേപ്പായിട്ട് വരും. അതാണ് 12 സൈഡ് ഉള്ളത്. അപ്പൊ ഓരോ ഇങ്ങനെ വരയ്ക്കുമ്പോഴും ഇവിടെ എല്ലാം സൈഡുകൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഓരോ ഭാഗത്തും സൈഡുകൾ കൊടുത്ത് ഒരു ഫിഗറിനെ കംപ്ലീറ്റ് ആക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങള്, അതായത് ഒരു സർക്കിൾ വരച്ച് ഇപ്പൊ 6, 8, 9, 10, 12 സൈഡ്സുകളായിട്ട് ഉള്ള ഫിഗറുകൾ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? അത്രയും സൈഡുകളുള്ള ഫിഗർ വരച്ച് റെഡിയാക്കിയതിന് ശേഷം ഡിഫറെന്റ് കളേഴ്സ് കൊടുത്ത് അതൊരു അസൈൻമെന്റ് ആയിട്ട് ചെയ്യുക. അപ്പൊ അങ്ങനത്തെ ഒരു പ്രോബ്ലം ആണ് ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ളത്. അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി വീണ്ടും നമ്മളുടെ ഈ ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള കളികൾ തുടങ്ങുകയാണ്. എന്താണ് ഇതിന്റെ പേര്? സെറ്റ് സ്ക്വയേഴ്സ് അല്ലെ. നമ്മളുടെ സെറ്റ് സ്ക്വയറുകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഓരോ ഇതിലുള്ള അളവുകളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആ അളവുകൾ ചേർത്ത് കൊണ്ട് ഒരു കോണുമ്മ വേറൊരു ഇത് എത്രയെന്നുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. 30 ഡിഗ്രി, 90 ഡിഗ്രി, ഇവിടെ 60 ഡിഗ്രി. അതേപോലെ ഈ ഒരു സെറ്റ് സ്ക്വയറും കാണാം. അങ്ങനെ ഇവിടെ 45, ഇവിടെ 45, ഇവിടെ 90. അപ്പൊ ഇതൊക്കെ ചേർത്ത് വെച്ച് ഇതിപ്പോ 60 മാത്രം ചോദിക്കുമ്പോൾ ഓക്കെ, ഈ ഒരു ഭാഗം വെച്ച് വരയ്ക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് അല്ലെ. ഇനി നമ്മളോട് ചോദിക്കുക 75 ഡിഗ്രി ചോദിക്കുകയാണെങ്കിലോ? അപ്പൊ എന്താ ചെയ്യുക? അപ്പൊ എങ്ങനെയൊക്കെയാണ് നമ്മൾ വെക്കുക? ഈ 45 ഡിഗ്രി അല്ലെ, ഇവിടെ 45 ആണല്ലോ, ഇവിടെ എന്താ? ഇവിടെ 30. 45 30 കൂട്ടി എത്രയാ? 75 ഡിഗ്രി. എത്രയാണ്? 75 ഡിഗ്രി അല്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെ ഇങ്ങനെ പിടിക്കുക. അപ്പൊ ഈ ഒരു കോൺ എത്രയായി? ഇവിടെ 45, ഇവിടെ 45, ഇവിടെ 30. 45 30 കൂട്ടി എത്രയായി? 75 ഡിഗ്രി എന്നുള്ളതായി അല്ലേ. അങ്ങനെ നമ്മൾ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ട് 2 കോണുകളെ ചേർത്ത് വെച്ച് എങ്ങനെയാണ് അളക്കുക എന്നുള്ളത് നോക്കാം. അതിൽ ടെക്സ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താന്ന് വെച്ചാല്, can you draw angles of sizes given below using set squares? സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ട് ഈ ഡിഗ്രികൾ അളന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റത്തെ എത്രയാ? 75 ഡിഗ്രി, 105, 135, 15 ഡിഗ്രി. അപ്പൊ ഈ തന്നിട്ടുള്ള ഈ ഡിഗ്രികളെല്ലാം എങ്ങനെ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ട് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ സെറ്റ് സ്ക്വയറിലുള്ള അളവുകൾ ചേർത്ത് വെച്ചിട്ട് വേണം നമുക്ക് ഇതിനെ കണ്ടെത്താൻ. ഫസ്റ്റ് എത്രയാണ്? 75 ഡിഗ്രിയാണ് അല്ലെ. ഏതൊക്കെ തമ്മിൽ കൂട്ടുമ്പോഴാണ് 75 കിട്ടുന്നത്? ഈ അളവുകൾ തമ്മിലുള്ള കോമ്പിനേഷൻ ആണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് ഈ 2 സെറ്റ് സ്ക്വയറിലുള്ള കോണുകളുടെ അളവുകൾ സെറ്റ് സ്ക്വയർ എല്ലാം വരച്ച് അതൊക്കെ അളക്കാൻ ഞാൻ പറഞ്ഞിട്ടുള്ളതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട്. അപ്പൊ അത് ചെയ്തവർക്ക് ഇത് ഈസി ആയിരിക്കും. അപ്പൊ 75 ഡിഗ്രിയുടെ നോക്കാം. 75 ഡിഗ്രി ആകുമ്പോൾ 45 അല്ലേ. ഇതിലേതാ 45? ഈ കോൺ എത്രയാ? ഇത്
45 ഡിഗ്രി. 45ഉം 30ഉം. 30 എവിടെ? ഇതാ. ഈ 30നെയും ചേർത്ത് വെച്ച് 45ഉം 30ഉം ചേർത്താൽ എത്രയായി? നമുക്ക് എന്ത് കിട്ടും? ഈ സ്കെയിൽ വെച്ചിട്ട് കൂട്ടി യോജിപ്പിക്കുക. 45ഉം 30ഉം ചേർത്താൽ 75 എന്ന് കിട്ടും. അവിടെ അടയാളപ്പെടുത്തിയതിന് ശേഷം ഒരു സ്കെയിലൊക്കെ വെച്ചിട്ട് കൂട്ടി യോജിപ്പിക്കാൻ ശ്രമിക്കുക. 45ഉം 30ഉം 75 ഡിഗ്രി എന്ന് കിട്ടും. ഒന്നുകൂടെ പറയാം. ഈ 45ന്റെ സെറ്റ് സ്ക്വയർ ഇല്ലേ, 45 ഉള്ളത്, അതിങ്ങനെ വയ്ക്കുക. അതിനോട് ചേർത്തിട്ട് തന്നെ മറ്റേ 30 ഡിഗ്രിയുടെ ഈ സെറ്റ് സ്ക്വയറും ചേർത്ത് വയ്ക്കുക. രണ്ടും കൂട്ടിയാൽ വരുന്നതാണ് നമ്മുടെ 75. മനസ്സിലായില്ലേ? എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ്. അടുത്തത് 105. ഏതൊക്കെ അളവുകൾ കോണുകൾ കൂട്ടിയാലാണ് 105 കിട്ടുക, 105 കിട്ടുക? 45 തന്നെ അല്ലേ? 45ഉം 60ഉം. ഇതുപോലെ തന്നെ 45ന്റെ സെറ്റ് സ്ക്വയർ വയ്ക്കുക, ബേസ് ലൈൻ കൊടുക്കുക, എന്നിട്ട് 45ന്റെ സെറ്റ് സ്ക്വയർ വെച്ചു. ഇതിൽ 60 ഡിഗ്രി ഉള്ളത് ഏതാ? ഈ ഭാഗം അല്ലേ, ഇത്. അപ്പൊ ഈ 60ന്റെ ആംഗിൾ ഇവിടെ വയ്ക്കുക. 60 ഡിഗ്രി വരുന്ന സെറ്റ് സ്ക്വയർ അവിടെ വയ്ക്കുക, നീട്ടി വരയ്ക്കുക. ഇനി സ്കെയിൽ വെച്ചിട്ട് വരയ്ക്കാം കേട്ടോ. ഇത്രയും ഭാഗമാണ് 105 ഡിഗ്രി. ഇതിനൊക്കെ പേരും കൊടുക്കാം. ABC പേരും കൊടുക്കുക. ആദ്യം ഒരു ബേസ് ലൈൻ കൊടുക്കുക. ബേസ് ലൈൻ വരച്ച് സെറ്റ് സ്ക്വയർ വെക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലായോ? 45ഉം 60ഉം. അപ്പൊ 45 ഇതിൽ 60, 60ന്റെ ഭാഗം കോണിത് ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് രണ്ടും ചേരുന്ന കോണിനെ ചേർത്ത് വരയ്ക്കുക. ഫുള്ളായിട്ട് വരച്ചില്ലെങ്കിലും കുറച്ചൊന്ന് അടയാളപ്പെടുത്തി സ്കെയിൽ കൊണ്ട് കൂട്ടി യോജിപ്പിക്കുക. ഇനി അടുത്തത് 135 അല്ലേ? 135 എങ്ങനെ വരയ്ക്കുക? ഇതൊക്കെ തമ്മിൽ 45 ഡിഗ്രിയും 90 ഡിഗ്രിയാണ്. 45 ഡിഗ്രിയും 90ഉം. അപ്പൊ 45 ഡിഗ്രി ആദ്യം വരയ്ക്കുക. 45ന്റെ സെറ്റ് സ്ക്വയർ വെക്കുക. ഇതിൽ 90 ഏതാണ്? ഇത്. അപ്പൊ 90നെ ഇവിടെ ചേർത്ത് വെക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, 90ന്റെ കോണ് ഇവിടെ വെക്കുക. 45ഉം 90ഉം എത്ര കിട്ടും? 135. ഇങ്ങനെ കിട്ടും. 135 ഡിഗ്രി. ഇനി 15 ഡിഗ്രിയാണ്. ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്യുക ചെയ്ത് കൂട്ടിയല്ലേ? കൂട്ടിയപ്പോഴാണ് ഇങ്ങനെ കിട്ടിയത്. ഇവിടെ 15 ഡിഗ്രി. 15 ഉള്ളത് നമ്മുടെ സെറ്റ് സ്ക്വയറിൽ ഇല്ല അല്ലേ? നോക്കിയേ, ഇതിലൊന്നും സെറ്റ് സ്ക്വയറിലൊന്നും 15 ഡിഗ്രി ഇല്ല. അപ്പൊ എങ്ങനെ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് അത് വരയ്ക്കുക? അതിനാണ് ആദ്യം ഒരു ബേസ് ലൈൻ വരയ്ക്കുക. ആദ്യം ഒരു ലൈൻ വരയ്ക്കുക. 15 ഡിഗ്രിയുടെ പറയണത് കേട്ടാ. ഒരു ലൈൻ വരച്ച് 45 ഡിഗ്രി അളക്കുക. എത്ര അളക്കുക? 45 ഡിഗ്രിയിൽ നിന്ന് 30 ഡിഗ്രി കൊണ്ട് കുറച്ചാൽ മതിയല്ലോ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 15 കിട്ടും. ഇത് 45 ഡിഗ്രിയുടെ അല്ലേ? ഇനി ഇതിൽ നിന്ന് 30ന്റെ ആംഗിൾ കുറയ്ക്കുക. ഇത്രയും ഭാഗം മൈനസ് ചെയ്താല് കണ്ടോ, ഇത് 30. അത് 45 ഡിഗ്രി വരയ്ക്കുക. അതിൽ നിന്നും ഇത്രയും ഭാഗം എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രി. ടോട്ടലാണെങ്കിൽ 45 ആണ്. അപ്പൊ ഈ ഭാഗം എത്രയായി? 15 ഡിഗ്രി എന്ന് കിട്ടി.
അപ്പോൾ ഇത് വരച്ചതിന് ശേഷം ഈ ഒരു ഭാഗം മായ്ച്ച് കളഞ്ഞാൽ മതി. മനസ്സിലായോ? 15 ഡിഗ്രി. ഇതാണ് 15 ഡിഗ്രിയുടെ ആംഗിൾ കേട്ടോ. ഡിഗ്രി. അപ്പോൾ ഏതൊക്കെയായി? 75 ഡിഗ്രി, 105, 135, 15 ഡിഗ്രി ഇതൊക്കെ വരച്ചു കഴിഞ്ഞു. ഇതിനൊക്കെ പേരും കൊടുക്കുക. ABC എന്നോ PQR എന്നൊക്കെ പേര് കൊടുക്കുക. ആദ്യം ഈ 15ന്റെ ആയിരിക്കും കുറച്ച് സംശയം വന്നിട്ടുണ്ടാവുക. അതൊന്നുകൂടെ ശ്രദ്ധിക്കുക. ആദ്യം 45 ഡിഗ്രിയുടെ വരയ്ക്കുക. 45 ഡിഗ്രി വരച്ചതിന് ശേഷം പിന്നെ 30 ഡിഗ്രിയുടെ വെച്ച് അതിന് ലെസ് ചെയ്യുക, കുറയ്ക്കുക. അപ്പൊ എന്ത് കിട്ടി? 15 ഡിഗ്രി നമുക്ക് കിട്ടും. അങ്ങനെ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ആംഗിളുകൾ വരയ്ക്കുക എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഇപ്പം കഴിഞ്ഞ പാർട്ടിൽ അതാണ് നമ്മൾ കണ്ടത്. ഇനി അടുത്തത് ഫ്രാക്ഷൻസ് ഓഫ് ദ ഹോൾ സർക്കിൾ, ഗ്രീൻ ആൻഡ് യെല്ലോ പാർട്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ആക്ടിവിറ്റിയാണ്. കുറേ സർക്കിളുകൾ തന്നിട്ടുണ്ട്. അതിൻ്റെ ഫ്രാക്ഷൻ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഓരോ ഭാഗങ്ങളും തന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ഗ്രീനാണ്. അളവ് തന്നിട്ടുള്ള ഭാഗം യെല്ലോ ആണ്. യെല്ലോ ഗ്രീൻ പാർട്ട് അല്ലേ? യെല്ലോ പാർട്ടും ഗ്രീൻ പാർട്ടും. അപ്പൊ അതിന്റെ ഫ്രാക്ഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഭിന്നസംഖ്യാരൂപം അല്ലേ? അപ്പൊ നമുക്കറിയാം അതിലെ കുറേ സർക്കിളുകൾ തന്നിട്ടുണ്ട്. അതിലെ ഫസ്റ്റത്തെ സർക്കിളിൽ തന്നിട്ടുള്ളത് ആംഗിൾ തന്നിട്ടുള്ളത് 20 ആണ്. എത്രയാണ്? ഈ ഒരു വൃത്തത്തിന്റെ ഈ ഒരു ഭാഗം 20. അതൊരു കേക്കായിട്ട് സങ്കല്പിച്ചാൽ ഈ ഒരു പീസ് എത്രയാണ്? അതിന്റെ കോണളവ് 20 ഡിഗ്രിയാണ്. അപ്പോൾ ഇത്രയും ഭാഗം എത്രയായിരിക്കും? 340. എത്രയാണ്? 340 ഡിഗ്രി ആയിരിക്കും. കാരണം ഒരു സർക്കിളിന്റെ ടോട്ടൽ മെഷർമെന്റ് എത്രയാണ്? 360 ഡിഗ്രി അല്ലേ? 360യിൽ നിന്നും തന്നിട്ടുള്ളത് കുറച്ചാൽ കിട്ടുന്നതാണ് ബാക്കിയുള്ള വൃത്തത്തിന്റെ ഭാഗം. ഇത്രയും ഭാഗം 340. ഈ ഒരു ചെറിയ പോർഷൻ 20യും. അപ്പോൾ യെല്ലോ പാർട്ടിന്റെ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാം നമുക്ക്. യെല്ലോ ആദ്യം തന്നെ യെല്ലോ പാർട്ടിന്റെ കണ്ടുപിടിക്കുമ്പോൾ യെല്ലോ 20 ആണ് അല്ലേ? എത്രയില്? 360 ഡിഗ്രിയില് 20 ഡിഗ്രിയും യെല്ലോ പാർട്ടാണ്. 0 കളയാം. ബാക്കി എന്ത് കിട്ടി? 1/18. ഇതാണ് അതിന്റെ ഫ്രാക്ഷൻ രൂപം. 1/18. ഇനി ഗ്രീൻ പാർട്ട് കണ്ടുപിടിക്കാം. യെല്ലോ പാർട്ട് കണ്ടുപിടിച്ചു. അടുത്തത് ഗ്രീൻ പാർട്ട് കണ്ടുപിടിക്കാം. ഗ്രീൻ എത്രയുള്ളത്? 360ലെ 340 ഭാഗവും ഗ്രീൻ ആണ് അല്ലേ? 360. അപ്പൊ അതിനെങ്ങനെ എഴുതുക? 340 ഡിവൈഡഡ് ബൈ 360. അപ്പൊ എങ്ങനെയാ? 34 കണ്ടുകൊണ്ട് ഹരിക്കുമ്പോ എന്തായി? 17 കിട്ടി. 36 2കൊണ്ട് ഹരിക്കുമ്പോ 18 കിട്ടി. അപ്പൊ ഏതാ നമ്മുടെ ഫ്രാക്ഷൻ? ഗ്രീൻ പാർട്ടിന്റെ ഫ്രാക്ഷൻ 17 ഡിവൈഡഡ് ബൈ 18 എന്നാണ് കിട്ടുക. ഇപ്പൊ ഒന്നാമത്തെ സർക്കിളിന്റെ കാര്യം ഇവിടെ കഴിഞ്ഞു. അതിന്റെ ഫ്രാക്ഷൻ ഫോം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഇനി അടുത്ത സർക്കിള് 24 ആണ്. രണ്ടാമത്തെ സെക്കൻഡ് സർക്കിള് നോക്കാം. സെക്കൻഡ് സർക്കിൾ എത്രയാണ്? 24. യെല്ലോ പാർട്ട് 24. അപ്പൊ കണ്ടെത്താം. യെല്ലോ കണ്ടെത്താം. യെല്ലോ മഞ്ഞ കളറിലുള്ള ആ ഭാഗത്തിന്റെ ഫ്രാക്ഷൻ എങ്ങനെയാണ്? ഭിന്നസംഖ്യാ രൂപം എങ്ങനെയാണെന്നുള്ളത് കണ്ടെത്താം. യെല്ലോ
360 24 ഭാഗവും യെല്ലോ ആണ് അല്ലേ. 360 24 ഭാഗവും യെല്ലോ. ഇതിന് 2 കൊണ്ട് ഇങ്ങനെ ചെറുതാക്കി കൊണ്ടുവരാം നമുക്ക്. 24 പകുതി എത്ര? 12. 360ന്റെയോ 180. ഇനിയും ചെറുതാക്കാം. 6/90. ഇതിനെ വീണ്ടും ചെറുതാക്കാം. 3/45. എത്രയാണ്? 3/45. വീണ്ടും ചെറുതാക്കാൻ പറ്റും. എത്രയാ കിട്ടുക? 1/15. 3/15 45. അപ്പൊ അതിനെങ്ങനെയാ 3 കൊണ്ട് ഹരിക്കുമ്പോ ഇവിടെ ഒരു 3 3 15 3 45. അപ്പൊ ആ ഫ്രാക്ഷൻ എങ്ങനെ എഴുതാം? 1/15 എന്ന് എഴുതാം. ഇതാണ് നമ്മളുടെ യെല്ലോ പാർട്ടിന്റെ ഫ്രാക്ഷൻ രൂപം. ഇനി ഇതിൽ തന്നെ ഗ്രീൻ പാർട്ടിനെ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കുക? ഗ്രീൻ ഭാഗം അല്ലെ, പച്ച കളറുള്ള ഈ ഒരു ഭാഗം എത്രയാന്ന് കണ്ടെത്തണം. അതെങ്ങനെയാ കണ്ടെത്തുക? മൊത്തത്തിലുള്ള അളവ് എത്രയാ? 360. അതിലെ ഈ ഭാഗം യെല്ലോ ഭാഗം നമുക്ക് കണ്ടെത്തണോ? വേണ്ട, അതിനാണ്ട് കളയുക അല്ലെ. അപ്പൊ 24 കളയുക. 360 നിന്ന് 24 കുറച്ചാൽ എത്രയാ? 336. അപ്പൊ 336 ഡിഗ്രിയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. 336 എത്രയില്? 360. 336/360. അപ്പൊ നമുക്ക് 3 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കാം. അംശത്തിലും ഛേദത്തിലും 3 കൊണ്ട് പോകും. നമുക്ക് ഹരിക്കാൻ പറ്റും. 11 3 33. ഇവിടെ 6ല് 3 2 തവണ അല്ലെ. 112 ഹരിക്കണം. ഇവിടെ 360ലോ 36ല് 3ല് 1 6ല് 2 0 ചേർത്ത് കൊടുത്തു. ഇനി 112 ചെറുതാക്കാലോ 2 കൊണ്ട്. 2 5 10. ശിഷ്ടം 1 6. 56/120 പകുതി എത്രയാ? 60. ഇനിയും ചെറുതാക്കാം. അതിനെ ചെറുതാക്കി പോവാട്ടാ. 56/60 അല്ലേ. നമ്മൾ ചെറിയ കുട്ടികളായതുകൊണ്ട് അങ്ങനെ ചെറുതാക്കി കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ നേരിട്ടാണ്ട് ഹരിച്ചാൽ മതി. 56/60. അപ്പോഴോ 2 2 4. അപ്പൊ 2 തവണ. പിന്നെ 16ൽ 2 8. ഇവിടെ 60ന്റെ 30. ഇനി ഇവിടെയോ 14/15 എന്നാണ് കിട്ടുക. ഇനി ഇതിന് ചെറുതാക്കാൻ പറ്റില്ല. 14/15 എന്നതാണ് നമ്മളുടെ ഗ്രീൻ പാർട്ട്, രണ്ടാമത്തെ സർക്കിളിലെ ഗ്രീൻ പാർട്ടിന്റെ ഫ്രാക്ഷൻ ഫോം. എത്രയാണ്? 14/15 എന്നാണ്. ഇത്രയും ഭാഗം ചെറുതാക്കി കൊണ്ടുവരിക. അപ്പൊ നമുക്ക് അതിന്റെ ഫ്രാക്ഷൻ ഫോം കിട്ടും. ഇനി മൂന്നാമത്തെ സർക്കിൾ വരയ്ക്കാം. മൂന്നാമത്തെ സർക്കിളില് 54 ഡിഗ്രിയാണ്. അപ്പൊ സർക്കിൾ വരയ്ക്കുകയാണ്. 3 സർക്കിൾ വരച്ചു. 54 ഡിഗ്രി. അപ്പൊ 54 ഡിഗ്രി ആവുമ്പോ അത് യെല്ലോ പാർട്ടാണ്. അപ്പൊ യെല്ലോ പാർട്ട് കണ്ടുപിടിക്കാം ആദ്യം. യെല്ലോ 54 ഡിവൈഡഡ് ബൈ എത്രയില? 54 ഭാഗം മഞ്ഞ. 360ല് 54 ഭാഗവും മഞ്ഞയാണ്. അപ്പൊ 54/360. അപ്പൊ എന്ത് കിട്ടും? 6 കൊണ്ട് നോക്കാം. 6 9 54. ഇവിടെ 6 കൊണ്ട് ഹരിക്കാം. അപ്പൊ 6 36. അപ്പൊ 60 കിട്ടി. 9/60. അതിന് വീണ്ടും ചെറുതാക്കാം. 3 കൊണ്ട് ഹരിക്കാം. 9ല് 3 3 3 9 അല്ലെ. ഇവിടെ 60ല് 2 3 6. അപ്പൊ 2 ഇട്ടു. പിന്നെ 0. അങ്ങനെ നമ്മൾ ഹരിക്കുമ്പോൾ അംശത്തിലും ഛേദത്തിലും കറക്റ്റായിട്ട് പോകുന്ന സംഖ്യ കൊണ്ട് വേണം ഹരിക്കാൻ. ഇതൊക്കെ അറിഞ്ഞിരിക്കണം.
ഇങ്ങനെ വെട്ടി ചെറുതാക്കുക. 9/60 കിട്ടി. അതിന് വീണ്ടും ചെറുതാക്കാൻ പറ്റും. 9/60 തെറ്റ് എന്നല്ല, ഫ്രാക്ഷൻ ഫോം എഴുതിയത് തെറ്റായിട്ടല്ല, പക്ഷെ അതിന് വീണ്ടും ചെറുതാക്കി കൊണ്ടുവരാം നമുക്ക്. അപ്പൊ 9-ല് 3 എത്ര തവണ പോകും? 3 തവണ. 60-ല് 3 20 തവണ. അപ്പൊ നമ്മളുടെ യെല്ലോ പാർട്ടിന്റെ ഫ്രാക്ഷൻ ഫോം എത്രയാണ്? 3/20. ഇനി നമുക്ക് ഗ്രീൻ പാർട്ട് കണ്ടുപിടിക്കണം അല്ലേ? 360-ൽ നിന്ന് ഈ 54 കുറച്ചാൽ മതി. അപ്പൊ ഈ ഒരു ഭാഗം നമുക്ക് കിട്ടും. അതെങ്ങനെ കണ്ടുപിടിക്കുക? ഗ്രീൻ പാർട്ട് കണ്ടുപിടിക്കുക. ഗ്രീൻ 360-ല് 360-ൽ നിന്ന് 54 കുറയ്ക്കുക. 54 കുറച്ച് നോക്കാം. 306 കിട്ടുക. ഇത്രയാണ് 306 ഡിഗ്രി കിട്ടും. അപ്പൊ ഇവിടെ 306 എന്ന് എഴുതുക. ഇനി ഇതിനെ അങ്ങനെ നമ്മള് ഇതില് ഈ ഒരു മൂന്നാമത്തെ സർക്കിളില് 54 ഭാഗമുള്ള യെല്ലോ പാർട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഗ്രീൻ പാർട്ട് 306 പറഞ്ഞു അല്ലെ? 306/360. അതിനെ വെട്ടി ചെറുതാക്കുമ്പോൾ 102/120. അങ്ങനെ വന്നപ്പോ 51/60 വരെ എത്തി അല്ലെ? ഇനി ചെറുതാക്കാം. ഇങ്ങനെ ചെറുതാക്കാം. നമുക്ക് 3 കൊണ്ട് നോക്കാം. 3 കൊണ്ട് നോക്കുമ്പോ 21 7 അല്ലെ? 17 കിട്ടി. 17 അതുപോലെ ഇവിടെ 3 കൊണ്ട് ഹരിക്കാം. 2 3 6 അല്ലേ? അപ്പോ 3 കൊണ്ട് ഹരിക്കുമ്പോ 2 3 6 ഈ 0 ചേർത്ത് കൊടുത്തു. 17/20 എന്ന് ഫ്രാക്ഷൻ ഫോം കിട്ടി. മൂന്നാമത്തേലെ ഗ്രീൻ പാർട്ടിന്റെ ഫ്രാക്ഷൻ ഫോം ആണ് 17/20. നെക്സ്റ്റ് അടുത്തത് നാലാമത്തെ സർക്കിൾ പാർട്ട്. നാലാമത്തെ സർക്കിൾ പാർട്ടില് എത്ര ഭാഗമാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? 80 ഭാഗമാണ് നമുക്ക് തന്നുള്ളത്. ഇത്രയും ഭാഗം 80 ആണെന്ന് കരുതുക. 80 ഭാഗമുള്ളത് യെല്ലോ ഭാഗമാണ് അല്ലെ? മഞ്ഞ കളറുള്ള ഭാഗം യെല്ലോ പാർട്ടാണ് 80. അപ്പൊ അതിന്റെ ഫ്രാക്ഷൻ ഫോം എന്തായിരിക്കും? 80 360-ലെ 80 ഭാഗം മഞ്ഞ കളറാണ്. അപ്പോ 0 0 വെട്ടിക്കളഞ്ഞു അല്ലേ? ചെറുതാക്ക്. 8ന്റെ പകുതി 4 36 18. ഇനിയോ 2/9 എന്ന് കിട്ടും. 2/9 എന്നതാണ് ആ ഒരു സർക്കിളിന്റെ ഫ്രാക്ഷൻ പാർട്ട്. യെല്ലോ ഭാഗം 2/9 എന്നതാണ് യെല്ലോ എന്ന ഭാഗത്തിന്റെ ഫ്രാക്ഷൻ. ഇനി അടുത്തത് ഗ്രീൻ പാർട്ട് കണ്ടുപിടിക്കാം. ഇവിടെ 80 ആണല്ലോ. 80 ആകുമ്പോൾ ബാക്കിയുള്ള ഭാഗം എത്രയായിരിക്കും? 280. ടോട്ടൽ 360 ആണ് അല്ലെ? രണ്ട് കോണുകളും കൂട്ടി 360 കിട്ടണം. അപ്പോൾ ഈ ഭാഗം 80 ഡിഗ്രി ആകുമ്പോൾ ബാക്കിയുള്ള ഭാഗം 360 മൈനസ് 80. 360 മൈനസ് 80 280. ഇനി ഗ്രീൻ പാർട്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഗ്രീൻ എന്ന് എഴുതുക. ഗ്രീൻ പാർട്ട് = 280 ഡിവൈഡഡ് ബൈ 360. ഇനി ചെറുതാക്കാം. 2 കൊണ്ട് ഹരിച്ചു നോക്കാം. 14/18 7/9 7/9 എന്ന് കിട്ടുന്നു. അങ്ങനെ നാലാമത്തെ സർക്കിളിലെ ഗ്രീൻ പാർട്ടിന്റെ ഫ്രാക്ഷൻ ഫോം 7/9 എന്നാകുന്നു.
അപ്പൊ അതെങ്ങനെ കിട്ടി എന്നുള്ളതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി അടുത്ത സർക്കിളിന്റെ നോക്കാം. അടുത്ത സർക്കിളില് നമുക്ക് തന്നുള്ള യെല്ലോ പാർട്ട് എത്രാമത്തെയാണ്? 5ാമത്തെ സർക്കിൾ. 5th വൺ സർക്കിളില് 108 ഡിഗ്രിയാണ് തന്നിട്ടുള്ളത്. എത്രയാണ്? 108 ഡിഗ്രി. ഇവിടെ 108 ഡിഗ്രി ആവുമ്പോൾ എന്തായിരിക്കും ഫ്രാക്ഷൻ ഫോം? യെല്ലോ പാർട്ടിന്റെ ഫ്രാക്ഷൻ ഫോം കണ്ടുപിടിക്കാൻ 108/360 അല്ലെ? 108/360. അപ്പൊ അതിനെ നമുക്ക് 2 കൊണ്ട് ചെറുതാക്കാം. 2 കൊണ്ട് ചെറുതാക്കുമ്പോൾ 2 5 10 അല്ലെ? 2 4 8. 54 ഡിവൈഡഡ് ബൈ 180. ഇനിയും ചെറുതാക്കാം. 27/90. ഇനിയും ചെറുതാക്കിയാലോ? 3 കൊണ്ട് നോക്കാം. 3 കൊണ്ട് 3 9 27. 3 30 90. ഇനിയും 3 കൊണ്ടാവുമ്പോൾ 3/10. അപ്പൊ നമുക്ക് ഇത് കിട്ടി. 3/10 എന്ന ഫ്രാക്ഷൻ ഫോം കിട്ടി. 3/10. അപ്പൊ യെല്ലോ പാർട്ട് നമുക്ക് 3/10 എന്ന് കിട്ടി. ഇനി ഗ്രീൻ പാർട്ട് ഇതെല്ലാം എഴുതി വെക്കുക. ഇനി ഗ്രീൻ പാർട്ട് എത്രയെന്ന് നോക്കാം. ഗ്രീൻ പാർട്ട് ഇവിടെ 108 ആവുമ്പോൾ ബാക്കിയുള്ള ഭാഗം എത്രയായിരിക്കും? 252. എത്രയാണ്? 252. 252/360. അതായത് 252 കിട്ടിയത് 360 കുറയ്ക്കണം 108. അപ്പോഴാണ് 252 കിട്ടുന്നത്. 360 മൈനസ് 108 252. ഗ്രീൻ പാർട്ട് കണ്ടുപിടിക്കും. ഇത്രയും ഭാഗം 252 ഡിഗ്രി. ഇനി ഇതിനെ ചെറുതാക്കാം. 2 കൊണ്ട് ചെറുതാക്കി നോക്കാം. 126/180. 63/90. ഇനിയും ചെറുതാക്കാം. 3 കൊണ്ട് ഹരിക്കാം. 21/30. ഇനി 3 7 21. 7/10. അപ്പൊ നമുക്ക് ഗ്രീൻ പാർട്ടിന്റെ ഫ്രാക്ഷൻ കിട്ടി. 7/10 എന്ന് കിട്ടുന്നു. ഇനി അടുത്ത സർക്കിൾ നോക്കുക. അപ്പോ ഈ 5ാമത്തെ സർക്കിളിലെ ഗ്രീൻ പാർട്ടിന്റെ ഫ്രാക്ഷൻ ഫോം ആണ് 7/10 എന്ന് കിട്ടി. ഇനി അടുത്തതായി ലാസ്റ്റ് സർക്കിൾ 6th വൺ. 6th സർക്കിളിന്റെ മെഷർമെന്റ് എത്രയാണ്? 6th സർക്കിൾ 6ാമത്തെ നമ്മുടെ ആ സർക്കിളിന്റെ ഫ്രാക്ഷൻ എഴുതുന്ന ആ ഒരു കാറ്റഗറിയിലെ ലാസ്റ്റ് പ്രോബ്ലം ആണ്. ലാസ്റ്റ് സർക്കിളിലെ മെഷർമെന്റ് തന്നിട്ടുള്ളത് 150 ആണ്. എത്രയാണ്? 150 ഡിഗ്രി. യെല്ലോ പാർട്ട് ഇത്, ഗ്രീൻ പാർട്ട് ഇത്. യെല്ലോ പാർട്ട് ആദ്യം കണ്ടുപിടിക്കാം. യെല്ലോ പാർട്ട് 150. അപ്പൊ അതിന്റെ ഫ്രാക്ഷൻ ഫോം എങ്ങനെ കണ്ടുപിടിക്കുക? 150 ഡിവൈഡഡ് ബൈ 360. അപ്പൊ നമുക്ക് 3 കൊണ്ട് നോക്കാം. 3 5 15 അല്ലെ? 120. ഇവിടെ 0 കളയാട്ടാ. 0 വെട്ടിക്കളയാം. അപ്പൊ എന്ത് കിട്ടും? 5/12 എന്ന് കിട്ടും. അപ്പൊ അതിന്റെ ഫ്രാക്ഷൻ ഫോം എത്രയാണ്? 5/12 എന്ന് കിട്ടുന്നു. 5 ഡിവൈഡഡ് ബൈ 12. ഇനി ഗ്രീൻ പാർട്ട് നോക്കാം. ഇതിൽ തന്നെ ഗ്രീൻ പാർട്ട് ഇത്രയും ഭാഗമാണ് ഗ്രീൻ പാർട്ട്. ഗ്രീൻ പാർട്ട് എങ്ങനെ കണ്ടുപിടിക്കുക? 360 ഡിവൈഡഡ് ബൈ 150 ഈക്വൽ ടു
210. എത്രയാണ്? 210. അപ്പൊ ഇത്രയും ഭാഗം 210 ഡിഗ്രിയാണ്. 210 ഇത്രയും ഭാഗം നമുക്ക് കിട്ടുക. അങ്ങനെ വരുമ്പോൾ ഈ യെല്ലോ പാർട്ട് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞല്ലോ. ഇനി ഗ്രീൻ പാർട്ട് 210 ഡിവൈഡഡ് ബൈ 360. 0 വെട്ടിക്കളഞ്ഞു. 3 കൊണ്ട് നോക്കാം. 3 7 21, 3 12 36. 7 ഡിവൈഡഡ് ബൈ 12. ഇതാണ് ആ സർക്കിളിന്റെ കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള പ്രോബ്ലംസ്. സർക്കിളിന്റെ ഉള്ളിൽ ഓരോ കോണുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഫ്രാക്ഷൻ ഫോം എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ എല്ലാ സർക്കിളുകളും വരയ്ക്കുക. അതിന് ഗ്രീൻ കളർ, യെല്ലോ കളറുകൾ, ക്രയോൺ കളറുകൾ കൊടുക്കുക. അതിന്റെ മെഷർമെന്റ് കണ്ടെത്തുക. അതൊരു അസൈൻമെന്റ് ആയിട്ട് തയ്യാറാക്കുക. അപ്പൊ ഇത്രയാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം നമ്മൾ എന്ത് ചെയ്തു? കുറെ ഫിഗറുകൾ നോട്ടിലേക്ക് വരയ്ക്കേണ്ടതായിട്ട് വന്നു. അതിന്റെ ഇപ്പോൾ ട്രയാങ്കിൾ ആണെങ്കിൽ അതിന്റെ മൂന്നാമത്തെ കോണുകൾ കണ്ടുപിടിക്കുക. നമുക്ക് തരാത്ത കോണുകളെ കണ്ടെത്തുക. അത് ചെയ്തു കഴിഞ്ഞു. പിന്നെ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ട് ആംഗിളുകളെ അളക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. അത് നോട്ടിലേക്ക് വരയ്ക്കുക. പിന്നെ ഡിഫറെന്റ് സൈഡുകളോട് കൂടിയിട്ടുണ്ട്. ഒരു സർക്കിൾ വരച്ച് അതിന്റെ 6 സൈഡുള്ള ഫിഗർ വരയ്ക്കുക. 8 സൈഡുള്ളത്, 9 സൈഡുള്ളത്, 10 സൈഡുള്ള ഫിഗർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞു അല്ലേ. അപ്പൊ അത് ചെയ്തു കഴിഞ്ഞു. പിന്നെ എന്തൊക്കെയാ പറഞ്ഞത് നമ്മള്? അങ്ങനെ സർക്കിളിന്റെ കാര്യങ്ങൾ പറഞ്ഞു. ഫിഗറുകൾ 6 8 9 10 12 സൈഡുകളായിട്ട് വരുന്ന ഫിഗറുകളൊക്കെ വരയ്ക്കുക. ഡിഫറെന്റ് കളേഴ്സ് കൊടുക്കുക. പിന്നെ ലാസ്റ്റ് നമ്മൾ എടുത്തതാണ് ഫ്രാക്ഷൻ ഫോമിൽ എഴുതാനുള്ളത്. സർക്കിളിനെ ഡിഫറെന്റ് പാർട്ടാക്കുമ്പോൾ, അതായത് ഒരു ഭാഗം തരുന്നു നമുക്ക് സർക്കിളില്, ഗ്രീൻ പാർട്ടും യെല്ലോ പാർട്ടാക്കിയിട്ട് തരുന്നു. ആ 2 പാർട്ടാക്കി മാറ്റുമ്പോഴുമുള്ള ഫ്രാക്ഷൻ ഫോം എഴുതി ചിട്ടപ്പെടുത്തുക അല്ലെ. എഴുതിയിട്ട് റെഡിയാക്കി നിങ്ങളുടെ നോട്ടിലൊക്കെ എഴുതുക. കൂടാതെ അസൈൻമെന്റ് ആയിട്ട് ചെയ്യുക. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇത്രയും കാര്യങ്ങൾ കുട്ടികൾക്ക് എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായെങ്കിൽ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഭാഗം ക്ലോക്കിന്റെയാണ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ, അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.